ഹലോ ഫ്രണ്ട്സ്, സിഫോ ക്രാഫ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഹാൻഡ് ബാഗാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് 9 ഇഞ്ചും 7 ഇഞ്ചും വരുന്ന 2 കാർഡ്ബോർഡുകളാണ് ആദ്യം മുറിച്ചെടുക്കുന്നത്. ഇതുപോലുള്ള 2 മുറിച്ചെടുക്കുന്നു. പിന്നെ നമുക്കതിന് മൂടിയായിട്ട് ആവശ്യമുള്ളതും ഇതേപോലെ തന്നെ 9 ഇഞ്ചും ഇറക്കം വരുന്നത് 5 ഇഞ്ചും വെച്ചാണ് ചെയ്യുന്നത്. ഇത് ആദ്യം നമ്മൾ ഈ 9 ഇഞ്ച് വരുന്ന ഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ 2 സൈഡും 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതിന്. പിന്നീട് ഇതിൻ്റെ താഴെ വശത്തേക്ക് 4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുകയെന്ന്. 2 ഭാഗത്തും ഇതേപോലെ 4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. അടുത്ത നമ്മൾ ഇതിൻ്റെ സൈഡ് താഴെ വശത്ത് നല്ലൊരു കർവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പ്ലേറ്റ് എടുത്ത് ആ സൈഡ് ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ മറുഭാഗത്തും ആ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കുന്ന. ഇങ്ങനെ 2 സൈഡും വരച്ചു കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുകൾ വശത്ത് 1/2 ഇഞ്ച് എടുത്ത ഭാഗത്തേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. 2 ഭാഗവും ഇതേപോലെ വരച്ചു കൊടുക്കുക. നമുക്കിതിന് ഈ ബാഗിന് ചെറിയൊരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. വരച്ച അതേ ഇതിൽ കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കൃത്യമായി അതിൽ കൂടി തന്നെ കട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ 2ഉം നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ ചെറിയ ഒരു പീസിനും നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 1/2 ഇഞ്ച് 2 സൈഡും മാർക്ക് ചെയ്യുന്നു. പിന്നെ താഴെ വശത്തേക്ക് നമ്മൾ നേരത്തെ 4 എടുത്ത് ഇതിന് നമ്മൾ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ച് വെച്ച് 2 സൈഡിലും മാർക്ക് ചെയ്യുക. പിന്നീട് ആ പാത്രം വെച്ച് തന്നെ നമുക്ക് ആ സൈഡിലൊന്ന് വരച്ചു കൊടുക്കുക. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ 2 ഭാഗത്തും വരച്ചു കൊടുക്കുക. അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതേപോലെ തന്നെ ആ വരയിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഭാഗത്തും കട്ട് ചെയ്തെടുക്കുക. പിന്നെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ മുകൾ വശത്തേക്കുള്ള ആ ഒരു മാർക്ക് 1/2 ഇഞ്ച് വെച്ച് ചെയ്യുന്ന ആ ഒരു മാർക്ക് അതും വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇതേപോലെ ആ സൈഡിലും ഒന്ന് മുറിച്ചെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ കറക്റ്റായിട്ട് ആ കാർഡ്ബോർഡിനേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിലുള്ള തുണി മുറിച്ചെടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ചെറിയൊരു പീസിന് വേണ്ടുന്ന തുണിയും അത് നമ്മൾ കുറച്ചൊരു 3 ഇഞ്ച് കൂടുതൽ വെച്ചാണ് മുറിക്കുന്നത്. ഒന്ന് അടഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ. പിന്നെ നമുക്ക് ലൈനിങ് തുണിയും ആവശ്യമുണ്ട്. അപ്പോൾ ലൈനിങ് തുണിയും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ മുറിച്ച അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ വരുന്ന രീതിയിൽ ഇതും 2 പീസാണ് വേണ്ടുന്നത്. അപ്പോൾ 2 നല്ല ഭാഗവും 2 ലൈനിങ് 2 കാർഡ്ബോർഡ്, അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ലൈനിങ്ങും നല്ല തുണിയും കാർഡ്ബോർഡും. പിന്നെ അടുത്ത മുകൾ വശത്തേക്കുള്ളത് 2 നല്ല തുണി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അടുത്ത കാർഡ്ബോർഡ് നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യം ലൈനിങ് തുണിക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാർഡ്ബോർഡ് അനങ്ങാതെ നിൽക്കും. കാർഡ്ബോർഡിന് പകരം നമുക്ക് പഴയ നോട്ട്ബുക്കിൻ്റെ കട്ടിയുള്ള സാധനം എടുത്താലും മതി. ഇതേപോലെ അടിച്ചതിന് ശേഷം തുണിയുടെ നല്ല വശം നമ്മൾ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെക്കുന്നത്. കാർഡ്ബോർഡ് സെൻറ്ററിലേക്കാക്കിയിട്ട് അപ്പോൾ ആ രീതിയിൽ കാർഡ്ബോർഡിന് മുട്ടാത്ത രീതിയിൽ അതേ ഷേപ്പിൽ അടിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ബാക്കിയുള്ളത് കളയുക. 2ഉം ഇതേപോലെ അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് മുകളിലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലൈനിങ്ങും നല്ലതും നമ്മൾ ഉള്ളിലേക്ക് ആ തുണി ഒന്ന്
വെച്ച് അടിച്ചു കൊടുത്തതിന് ശേഷം മുകൾ വശം ഒന്ന് മടക്കി കൊടുക്കണം. ഇതേ രീതിയിൽ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും ഇതേപോലെ തന്നെ രണ്ട് തുണിയും നമ്മൾ ഇതേപോലെ തന്നെ കാർഡ്ബോർഡിൽ വെച്ച് ഇതേപോലെ അടിച്ചെടുക്കുക. രണ്ട് ഭാഗത്തേക്കുള്ള പീസായി. ഇനി അടുത്ത മുകൾ വശത്തേക്കുള്ള ആ ഒരു പീസാണ് നമ്മൾ മടക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടില്ലേ. ഇതും നമ്മൾ ലൈനിങ് തുണി വെക്കുന്നില്ല, നല്ല വശത്തല്ല, നമുക്ക് തുണിയുടെ മോശം വശത്ത് വെച്ചാണ് കാർഡ്ബോർഡ് വെച്ച് അടിക്കുന്നത്. ഇങ്ങനെ അടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത നമ്മൾ അതിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ഈ തുണിയുടെ രണ്ടും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക. പിന്നീട് അതിൻ്റെ മുകൾ വശത്ത് നമ്മൾ കുറച്ചൊരു 3 ഇഞ്ച്, ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ച് വരുന്ന രീതിയിൽ കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ആ കൂടുതൽ വരുന്നിടത്ത് നിന്ന് മുതൽ തന്നെ അടിച്ചെടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഈ മുകൾ വശത്ത് കാർഡ്ബോർഡ് വെച്ച് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതേ രീതിയിൽ അടിച്ചെടുക്കുക. മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ച് അതേപോലെ തന്നെ 1/2 ഇഞ്ച് വിട്ടത് കൂടുതലെടുത്ത് 1/2 ഇഞ്ച് മാറ്റിയിട്ടില്ലേ, 8 ഇഞ്ചല്ലേ മുകളിൽ വരുന്നത്, അപ്പോൾ ആ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് അത്ര വരെ അടിച്ചെടുക്കുക. ബാക്കി വരുന്ന തുണി മുറിച്ച് കളയുക. തിരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ കാർഡ്ബോർഡ് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കാർഡ്ബോർഡ് കറക്റ്റായിട്ട് മടക്കിയെടുത്തതിന് ശേഷം ആ കാർഡ്ബോർഡിന് നിൽക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ മുകൾ വശത്തു കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത നമ്മൾ ചെയ്യുന്നത് ഉള്ളിലേക്കുള്ളൊരു പീസാണ്. അതിന് നമുക്ക് നീളം വശം 2ആയി മടക്കിയെടുക്കുക. വീതി അതേപോലെ തന്നെ നമുക്ക് ഒരു 9 ഇഞ്ച് വരുന്നത്, ഇറക്കം ഒരു 7 ഇഞ്ചാണ്. അപ്പോൾ 7ൻ്റെ ഞാൻ ഡബിൾ 14 എടുത്തു. അങ്ങനെ മടക്കിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു സിബ് ആവശ്യമാണ്, ചെറിയൊരു പോക്കറ്റ് ഉള്ളിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ ചെയ്ത അതേ അളവിൽ 4 ഇഞ്ച് വിട്ട് അടിഭാഗത്ത് റൗണ്ട് ആകൃതിയിലൊന്ന് മാർക്ക് ചെയ്തു അത് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുകളിലേക്കും അതേപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് വിട്ട് അതേ ഷേപ്പിൽ മുറിച്ചെടുക്കുന്നു. ഇതിൻ്റെ മുകൾ വശത്താണ് നമ്മൾ സിബ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വശം എടുത്തതിന് ശേഷം സിബിൻ്റെ ഒരു സൈഡും വെച്ച് അടിച്ചു കൊടുക്കുക. പിന്നെ താഴോട്ടുള്ള ഇറക്കം 7 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ 7 ഇഞ്ച് നമുക്ക് വേണ്ട, ശരിക്കും ഒരു 6 ഇഞ്ച് താഴോട്ടേക്ക് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സിബ് വെച്ച് അടിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 ഇഞ്ച് വരുന്ന രീതിയിൽ താഴത്തേക്ക് വരും. പിന്നെ അതിൻ്റെ മറ്റേ സൈഡും ഇതേപോലെ തന്നെ അടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. രണ്ട് ഭാഗത്തും ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ചെയ്യേണ്ട ഇതിൻ്റെ സൈഡ് ഭാഗം റൗണ്ടിൽ നമ്മൾ ഒരു 1/4 ഇഞ്ച് വിട്ട് അടിച്ചു കൊടുക്കണം. ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്ക് ചെയ്തിട്ട് പിന്നീട് നമ്മൾ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് തന്നെ അതിനകത്ത് വേറൊരു പീസ് വെച്ച് ആ പീസിന് അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് 2 പീസ് ആവശ്യമുണ്ട്, ഒരു ലൈനിങ് പീസും ഒരു നല്ല പീസും. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് ഇതിൻ്റെ വീതി ഒരു 4 ഇഞ്ച് നമ്മൾ എടുക്കുന്നത്. നീളം നമുക്ക് ശരിക്കും വേണ്ടത് 23 ഇഞ്ച് വരും. പിന്നെ അതിനേക്കാളും കൂടുതൽ വെച്ച് ഞാനൊരു 24.5 ഇഞ്ച് ഇവിടെ എടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ തുണിയും നമ്മൾ കൃത്യം സെൻട്രലായിട്ട് മടക്കി എടുത്തതിന് ശേഷം നമ്മളെടുത്ത് ഈ പോക്കറ്റിൻ്റെ ഈ പീസിന് കണക്കായിട്ട് ആ കട്ട് ചെയ്ത ഭാഗം നോക്കി അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മറുഭാഗത്തും ഒന്ന് കൃത്യമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് കൃത്യമായി മുകളിലേക്ക് ഒരളവ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നീട് ഈ ലൈനിങ് തുണി നമ്മൾ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് മടക്കി കൊടുക്കണം, രണ്ടായിട്ട്. ഇങ്ങനെ മടക്കി കൊടുത്തത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മടക്കിൽ കൂടിയാണ് നമ്മൾ ഈ പോക്കറ്റിൻ്റെ പീസ് അടിച്ചു കൊടുക്കുന്നതിൻ്റെ സൈഡ്. അപ്പോൾ ആ കറക്റ്റ് രണ്ട് കട്ട് ചെയ്ത അളവുകളും തമ്മിൽ കറക്റ്റായിട്ട് വെക്കുക. പിന്നീട് ഈ ലൈനിങ് തുണി നടുക്ക് വെച്ച് ഒന്ന് മടക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ഈ പോക്കറ്റിൽ ലൈനിങ് തുണി വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് അടിച്ചു കൊടുക്കുക. പോക്കറ്റിൻ്റെ സൈഡ് അപ്പോൾ ഈ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന രീതിയിൽ വരും, ലൈനിങ്ങിനകത്തേക്ക്. അതിന് ശേഷം നമ്മളൊരു 1/4 ഇഞ്ച് വിട്ട് തുന്നിക്കൊടുക്കുക. കറക്റ്റ് അളവായിരിക്കണം വെക്കുമ്പോൾ. ഇത്ര വരെ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നതല്ല, കറക്റ്റ് അങ്ങോളം അടിച്ചാലും പ്രശ്നമില്ല. ഞാനിപ്പോൾ തൽക്കാലം ആദ്യം ഒന്ന് അളവെടുത്ത് അടിച്ചതിന് ശേഷം പിന്നീട് ബാക്കി വരുന്ന ഭാഗം അടിച്ചു കൊടുക്കും. അപ്പോൾ രണ്ടാമത്തെ ഈ സൈഡിലും അതേപോലെ കറക്റ്റ് അളവിൽ വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം ലൈനിങ് ഇതിന് മൂടി വരുന്ന രീതിയിൽ വെച്ച് ആ ഒരു ഭാഗം നമ്മൾ 1/4 ഇഞ്ച് വെച്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ഉള്ളിലേക്ക് വെച്ച് അടിച്ചു കൊടുക്കുക. പിന്നീട് അത് ഫുൾ അടിച്ചു കൊടുക്കും. ഇത്രയും ഭാഗമല്ല, കംപ്ലീറ്റ് ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കും റൗണ്ടിൽ. നമുക്കിതേപോലെ കിട്ടും ഈ ഒരു ഭാഗം. പിന്നെ അടുത്ത നമ്മൾ നല്ലൊരു പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഈ ലൈനിങ്ങിൻ്റെ ഒരു ഭാഗവും തമ്മിൽ ചേർത്ത് വെച്ച് നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം. ഇങ്ങനെ വെച്ച് അതിൻ്റെ ഒരു സൈഡ് അടിച്ചു കൊടുക്കുക ഫുള്ള്. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്കൊരു ഭാഗം നമുക്ക് ലൈനിങ് കുറവായിട്ടാണ് കിട്ടുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുന്നത് അത് അടിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ചോ ആ രീതിയിൽ കുറഞ്ഞ് വരും. നിങ്ങൾ ആദ്യം തന്നെ മുറിക്കുമ്പോൾ വേണമെങ്കിൽ നല്ല തുണി കുറച്ച് മുറിച്ചാലും പ്രശ്നമൊന്നുമില്ല. പിന്നീട് അത് ഒരുപോലെ വെച്ചതിന് ശേഷം മറുഭാഗവും ഇതേപോലെ തന്നെ ചേർത്തടിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് പിടിച്ചടിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ ഇടയ്ക്ക് ചുളിവ് വരാൻ സാധ്യതയുണ്ട്. നന്നായി വലിച്ച് പിടിച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുക. ബാക്കി വരുന്ന ഭാഗം മുറിച്ച് കളയുക. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബാഗിൻ്റെ ഇത് നമുക്ക് സെൻറ്റർ വെച്ചിട്ട് 2 പീസുകളും സൈഡിൽ അടിച്ചു കൊടുക്കണം. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ സിബിൻ്റെ വരുന്ന ഭാഗം ഒരുപോലെ പിടിച്ചിട്ട് തന്നെ ചെയ്യണം. താഴെ നമ്മൾ കട്ട് ചെയ്യുക, സെൻറ്റർ മാർക്ക് ചെയ്യുക. അതേപോലെ മറുവശത്തും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സെൻറ്ററിലാണ് നമ്മൾ അടുത്ത 2 പീസുകൾ നമ്മൾ ആദ്യം ചെയ്തത്. അപ്പോൾ ഈ പീസിൻ്റെയും സെൻറ്ററുകൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ കറക്റ്റായിട്ട് ആ സെൻറ്റർ വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സൈഡ് ഭാഗം ആദ്യം ഒന്ന് സെൻറ്ററിൽ നിന്നും കറക്റ്റായിട്ട് മുകളിലേക്ക് ആ സൈഡ് പീസൊന്ന് പിടിച്ചു കൊടുക്കുക. എത്രയാണോ മാർക്ക് വരുന്നത് അതിന് കറക്റ്റായിട്ട് ബാക്കി നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത്രയും ഭാഗമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈനിങ്ങും നല്ല തുണിയും നമ്മൾ ചെറുതായിട്ടൊന്ന് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഉള്ളിലേക്ക് 2 തുണിയും വെച്ച് കൊടുക്കുക. 2 തുണിയും ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ 2 ഭാഗവും ചെയ്യുക. പിന്നെ അടുത്ത നമ്മൾ ചെയ്യുന്നത് ഒരു പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ 2 സെൻറ്ററും പിടിച്ച് നല്ല വശവും തമ്മിൽ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ കൂടി അടിച്ചു കൊടുക്കുക. 2 സൈഡും പിടിച്ച്
അടിച്ചു കൊടുക്കണം. തയ്യൽ തുമ്പ് കുറച്ചധികം കിടന്നോട്ടെ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോഴും കറക്റ്റായിട്ട് രണ്ട് സൈഡും ഒരുപോലെ കിട്ടും. അതിന് വേണ്ടിയാണ് ആദ്യം നമ്മൾ അങ്ങനെ ചെയ്തത്. ആ സൈഡൊന്ന് ഉള്ളിലേക്ക് അടിച്ചു കൊടുത്ത്. അതേപോലെ തന്നെ സെൻറ്ററിൽ നിന്നും തുടങ്ങുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. ചിലപ്പോൾ തുണി വലിയുന്ന തുണിയാണെങ്കിൽ നമുക്ക് അറ്റത്തെത്തുമ്പോൾ ചിലപ്പോൾ ഒരുപോലെ കിട്ടിയെന്ന് വരില്ല. സെൻറ്ററിൽ നിന്ന് തന്നെ രണ്ട് ഭാഗത്തേക്കും തുന്നി കൊടുക്കുക. അതിനുശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാഗിൻ്റെ ഒരു സൈഡ് നമുക്ക് കിട്ടും. ഇനി മറുഭാഗത്തും കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതേപോലെ ഒരു ഭാഗം കിട്ടി ഉള്ളിലത്തെ പോക്കറ്റും ഈ ഉള്ളിൽ വരുന്ന രീതിയിൽ മറ്റേ പീസും ഇതേപോലെ തന്നെ സെൻറ്റർ എടുത്ത് കട്ട് ചെയ്ത് ആ പീസിൻ്റെയും നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നല്ല ഭാഗവും തമ്മിൽ ചേർത്ത് വെക്കുക. സെൻറ്ററിൽ ചേർത്ത് വെച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുക. ഇതേപോലെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം തിരിച്ചിടുക. ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കുള്ളിൽ പോക്കറ്റും നല്ല വൃത്തിക്ക് കിട്ടുകയും ചെയ്യും. കുറച്ച് താഴോട്ട് വന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കും. ഇനി അടുത്ത നമുക്ക് വേണ്ടുന്നത് ഇതിൻ്റെ കവർ മുടി ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ സൈഡും അതേപോലെ തന്നെ നമ്മുടെ ബാഗിൻ്റെ ഒരു സൈഡും തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം തുന്നിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തുന്നിക്കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഇതേപോലെ അടച്ചു വെക്കുക. പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും ബട്ടൺസ് വെച്ച് കൊടുക്കുക. ഇനി അത് നമുക്ക് അടുത്ത അതിൻ്റെ കൈ പിടിപ്പിക്കാനാണ്. അപ്പോൾ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ട അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 50 ഇഞ്ച് നീളവും അതേപോലെ തന്നെ 2.5 ഇഞ്ച് വീതിയുമാണ്. അതിനകത്ത് ഞാൻ ചെറിയൊരു പേപ്പർ കഷ്ണം ഒരു 3/4 ഇഞ്ചിൽ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ചാണ് അടിച്ചു കൊടുക്കുന്നത്. കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടിയാണ് ഒരു പേപ്പറിൻ്റെ കഷ്ണം വെച്ചത്. ഇതേപോലെ അടിച്ചെടുക്കുക. പിന്നീട് നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലും അത് തുന്നി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും ഇതേപോലെ തുന്നി പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ബാഗ് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ബാഗ് നമുക്ക് വീട്ടിൽ തന്നെ തുന്നി ഉണ്ടാക്കാം ഇതേപോലെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.